2024 iPhone 13 വാങ്ങിക്കുന്നത് നല്ലൊരു ഓപ്ഷനാണോ എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സെപ്റ്റംബർ 2021 ഈ ഫോൺ ഇറങ്ങിയത്. ഇപ്പോൾ ഈ ഫോണിന് വില ഏകദേശം വരുന്ന 50,000 രൂപയാണ്. അന്ന് ഓഫർ സമയത്തൊക്കെ അറൗണ്ട് ഒരു 40,000 റുപ്പീസിന് കിട്ടുന്നുണ്ട്. ഈ പ്രൈസൊക്കെ ഇത് വർത്തിയാണോ, അതോ ഐഫോൺ 15 14 പോകണോ, അതോ ഇതിൻ്റെ ഏകദേശം ഇതേ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന വേറെ ഏതെങ്കിലും സാംസങ് S23 FE അല്ലെങ്കിൽ OnePlus 11 ഒക്കെ എടുക്കണോ എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് തന്നെ ഈ ഫോൺ ഞാൻ ഏകദേശം ഇപ്പോൾ 1.5 വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് പറയാം. നമുക്ക് 1 by 1 ആയിട്ട് ഇതിൻ്റെ ഓരോ ഫീച്ചേഴ്സൊക്കെ നോക്കിയിട്ട് ഇപ്പോഴത്തെ ഉള്ള സിറ്റുവേഷനും ഇപ്പോഴത്തെ മാർക്കറ്റിലുള്ള ബാക്കിയുള്ള ഫോൺസൊക്കെ ആയിട്ട് കമ്പയർ ചെയ്തിട്ട് ഇപ്പോഴും ഈ ഫോൺ വാങ്ങിക്കുന്നത് വർത്തിയാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് തന്നെ ഇതിൻ്റെ ഡിസൈനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ iPhone 15 ആയിട്ട് കാര്യമായിട്ടുള്ള ഒരു ഡിസൈൻ ചേഞ്ചസും ഇല്ല. ഡയമെൻഷൻ വൈസും അതിൻ്റെ ഡിസൈനിൻ്റെ ലുക്ക് വൈസും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. iPhone 15 വരുന്നത് ഒരു മാറ്റ് ഫിനിഷാണ്. ഈ ഫോണിന് ഈ ഭാഗത്ത് ഒരു ഗ്ലോസി ഫിനിഷും ക്യാമറയുടെ ഈ മോഡ്യൂളിൻ്റെ ഭാഗത്ത് മാറ്റ് ഫിനിഷാണ് വരുന്നത്. പക്ഷേ അതേസമയം iPhone 15 ആണെങ്കിൽ ഈ ഭാഗത്ത് ഒരു മാറ്റ് ഫിനിഷും ഈ ക്യാമറയുടെ ഭാഗത്ത് ഒരു ഗ്ലോസി ഫിനിഷാണ്. ആ ഒരു ഫിനിഷ് മാത്രം സ്വിച്ച് ആയിട്ടുള്ളൂ. പക്ഷേ ഈ 3 ഫോണും നമ്മൾ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ iPhone 14, 13, 15 വെച്ചാൽ കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഒന്നും കാണാൻ പറ്റില്ല. കളർ സ്കീംസ് മാത്രം വളരെ സ്ലൈറ്റ് ചേഞ്ചസ് വന്നിട്ടുണ്ട്. നമ്മളത് കേസ് ഇട്ട് ഉപയോഗിക്കണമെങ്കിൽ ഇത് ഏത് ഫോണാണെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഏകദേശം ഒരു 2.5 വർഷം മുമ്പ് ഇറങ്ങിയ ഫോണാണെങ്കിലും ഇപ്പോൾ എടുത്ത് നോക്കിയാലും ഇത് ബ്രാൻഡ് ന്യൂ ഫോൺ പോലെ തന്നെ ഇരിക്കുന്നത്. ഇതിൻ്റെ ഡയമെൻഷൻ വൈസും വെയിറ്റ് വൈസും കാര്യമായിട്ടുള്ള ഒരു ഡിഫറൻസും വന്നിട്ടില്ല. അപ്പോൾ ഡിസൈൻ വൈസ് ഇറ്റ്സ് ടോപ്പ് നോച്ച്. ഡിസൈനിൻ്റെ കാര്യത്തിൽ വെച്ച് നോക്കുമ്പോൾ ആപ്പിളും വലിയ കാര്യമായിട്ട് പ്രോഗ്രസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഡിസൈൻ വൈസ് ഇറ്റ്സ് എ റിയലി ഗുഡ് ഫോൺ ഈവൻ ഇൻ 2024. പിന്നെ ഇതിൻ്റെ ഡ്യൂറബിലിറ്റിയാണ്. എൻ്റെ ഡ്യൂറബിലിറ്റി ഞാനിപ്പോൾ ഈ ഫോൺ 1.5 വർഷം ഉപയോഗിക്കാൻ തുടങ്ങിയത്. ആദ്യത്തെ 6 മാസം ഞാൻ കേസ് ഇട്ട് ഉപയോഗിച്ചു. പിന്നെ 1 വർഷത്തോളം കേസ് ഇടാതെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിനിടയ്ക്ക് ഒരു 10 തവണയെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ താഴെ വീണിട്ടുണ്ട്. അത് ഏകദേശം ഒരു ടേബിൾ ഹൈറ്റിൽ നിന്ന് വീണിട്ടുണ്ട്, കൈയുടെ ഹൈറ്റിൽ നിന്ന് വീണിട്ടുണ്ട്, പല സർഫസിലും ടൈലിലും വീണിട്ടുണ്ട്, കല്ലിലും വീണിട്ടുണ്ട്, മണ്ണിലും വീണിട്ടുണ്ട്. പക്ഷേ ഇതിന് 2 സൈഡിലും സെറാമിക് ഷീൽഡ് പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഇത് ധൈര്യമായിട്ട് ഒരു കേസ് ഇല്ലാണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഫോണാണ്. ഈ വീഴ്ചയൊക്കെ വീണതിന് ശേഷം വളരെ നോട്ടിസബിൾ അല്ലാത്ത 1-2 ചെറിയ സ്ക്രാച്ച് പോലെ വന്നതല്ലാതെ വേറെ ഇതിൻ്റെ ബാക്കിലെ ഫ്രണ്ടിലെ ഗ്ലാസ്സിലൊന്നും യാതൊരു സ്ക്രാച്ചസും വന്നിട്ടില്ല. ഇതൊരു സ്ക്രീൻ പ്രൊട്ടക്ടറും അതുപോലെ കേസൊന്നും ഇടാതെ ഉപയോഗിക്കുന്ന ഫോണാണ്. ഞാനിത് പോക്കറ്റിലിടുമ്പോൾ എപ്പോഴും എൻ്റെ ഒപ്പം കീസ് ഉണ്ടാകാറുണ്ട്. കീ ഒക്കെ ഇതിൻ്റെ ഒപ്പം ഇട്ടിട്ട് ഇതൊരു സ്ക്രാച്ച് ആയിട്ടില്ല. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ പല ഫോണിനെ കുറിച്ചും ഗൊറില്ല ഗ്ലാസ് 3 പ്രൊട്ടക്ഷനും ഗൊറില്ല ഗ്ലാസ് വെക്ടേഴ്സും ആ പ്രൊട്ടക്ഷൻ ഈ പ്രൊട്ടക്ഷൻ ഒക്കെ വരുമെങ്കിലും എങ്ങനെയൊന്ന് കയ്യിൽ നിന്ന് ഡ്രോപ്പ് ആയിട്ടുണ്ടെങ്കിൽ പൊട്ടാറുണ്ട്. ഇപ്പോൾ സാംസങ് S22 Ultra, S23 Ultra ഒക്കെ ആണെങ്കിൽ പോലും താഴെ ഒരു പ്രത്യേക ഹൈറ്റിൽ നിന്ന് ഒരു കോർണർ എഡ്ജ് വന്ന് വീണിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീനിൻ്റെ സൈസ് വലുതായതുകൊണ്ട് തന്നെ അറ്റ്ലീസ്റ്റ് ഒരു ഹെയർ ലൈൻ ക്രാക്കെങ്കിലും വരാറുണ്ട്. പക്ഷേ അറൗണ്ട് 10 ടൈംസ് എങ്കിലും വീണിട്ട് ഇതുവരെ പൊട്ടിയിട്ടുമില്ല. ഇതിൻ്റെ ഒരു കാര്യങ്ങൾ ചേഞ്ച് ചെയ്യേണ്ടി വന്നിട്ടില്ല, കാര്യമായിട്ടുള്ള സ്ക്രാച്ചും വന്നിട്ടില്ല. അപ്പോൾ ഡ്യൂറബിലിറ്റി വൈസും ഇത് ടോപ്പ് നോച്ചാണ്. ഡിസൈൻ വൈസും ഡ്യൂറബിലിറ്റി വൈസും ഈ ഫോണിൻ്റെ കാര്യത്തിൽ യാതൊരു കുറ്റവും പറയാൻ പറ്റില്ല. ഈവൻ ഇൻ 2024 ഇസ് ആസ് ഗുഡ് ആസ് iPhone 15. പിന്നെ ഇതിൻ്റെ സ്ക്രീനാണ്. എൻ്റെ സ്ക്രീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ വരുന്ന 6.1 ഇഞ്ച് OLED സ്ക്രീനാണ്. ഇതിൻ്റെ ബ്രൈറ്റ്നെസ് എന്ന് പറഞ്ഞാൽ 1200 nits ആണ്. അപ്പോൾ ഔട്ട്ഡോറിലും ഇൻഡോറിലും നല്ല വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. ചില പ്രീമിയം ഫോൺസിനൊക്കെ ഇതിനേക്കാളും കൂടുതൽ ബ്രൈറ്റ്നെസ് ഉണ്ട്. പക്ഷേ എങ്കിലും ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് സ്ക്രീൻസ് അവൈലബിൾ. OLED ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബ്ലാക്ക് എല്ലാം നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ്. അതുപോലെ തന്നെ ലെജിബിലിറ്റി നല്ലതാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ആകെ ഒരു ചെറിയൊരു ഡ്രോബാക്ക് എന്ന് പറയാനുള്ള 60 Hz റിഫ്രഷ് റേറ്റുള്ള ഫോണാണ്. ഇപ്പോൾ iPhone 11 12 എന്നൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ കാര്യമായിട്ട് ഒരു ചേഞ്ചും വരില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് ചില 15,000 20,000 റുപ്പീസിൻ്റെ ആൻഡ്രോയിഡ് ഫോൺസിൽ 90 Hz 120 Hz റിഫ്രഷ് റേറ്റുള്ള ഡിസ്പ്ലേ വരുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് ഈ ഒരു ഫോണിന് കാര്യമായിട്ടുള്ള ഒരു ഡിഫറൻസ് തോന്നില്ല. എൻ്റെ ട്രാൻസിഷൻ ഒന്നാമത് iOS ആയതുകൊണ്ട് തന്നെ ഭയങ്കര സ്മൂത്ത് ആയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു പ്രീമിയം ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ച് 120 Hz റിഫ്രഷ് റേറ്റുള്ള ഫോൺ ഉപയോഗിച്ചിട്ട് തിരിച്ചിതിലേക്ക് ഐഫോണിലേക്ക് വരണമെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് തോന്നിയേക്കാം. പക്ഷേ ഒരു സാധാരണ ഒരു യൂസറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു നേക്കഡ് ഐസിന് നമുക്ക് കാണാവുന്ന രീതിയിലുള്ള കാര്യമൊരു ഡിഫറൻസും ഇല്ല. അത് 6.1 ഇഞ്ച് OLED ഡിസ്പ്ലേ, HDR-ഉം ഡോൾബി വിഷൻ സപ്പോർട്ടൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് ഡിസ്പ്ലേയുടെ കാര്യത്തിലും ഇറ്റ് ഈസ് സ്റ്റിൽ ടോപ്പ് നോച്ച്. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ നമുക്ക് ഒരു തരത്തിൽ കുറ്റം പറയാൻ പറ്റില്ല. ഡിസ്പ്ലേയും വളരെ നല്ല ഡിസ്പ്ലേ ആണ്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേയിൽ വരുന്നത് ഒരു വലിയൊരു നോച്ചാണ്. അത് ചിലർക്ക് ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നാം. കാരണം iPhone 15 വരുന്ന ഡൈനാമിക് ഐലൻഡാണ്. ഇതിൻ്റെ അത് ഡൈനാമിക് ഐലൻഡ് വരുന്നില്ല, ഇങ്ങനത്തെ ഒരു നോച്ചാണ് വരുന്നത്. പക്ഷേ എനിക്ക് 1.5 years ഉപയോഗിച്ചിട്ട് എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ പല ആൻഡ്രോയിഡ് ഫോൺസിൽ ഇപ്പോൾ പഞ്ച് ഹോൾ ഡിസ്പ്ലേ ഒക്കെ വരുന്നത്. അപ്പോൾ ഈ നോച്ച് ഒരു ഡ്രോബാക്ക് ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഒരു സാധാരണ യൂസറിനെ സംബന്ധിച്ചിടത്തോളം ഒരു നോച്ച് ഒരു ഡീൽ ബ്രേക്കർ ഒന്നുമല്ല. പക്ഷേ ബാക്കിയുള്ള ഈ ഫോണിൻ്റെ ഒരുപാട് നല്ല ഫീച്ചേഴ്സും പ്ലസ് പോയിൻറ്റ്സൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു നോച്ച് നമുക്ക് ഡിസ്കാർഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ എങ്കിലും ഒരു നല്ല സ്ക്രീനിൽ നിന്നും ഡ്യൂറബിലിറ്റിയിൽ നിന്നും എല്ലാം വെച്ച് നോക്കുമ്പോൾ
നോച്ച് ഒരു കാര്യമായിട്ട് കൺസിഡർ ചെയ്യേണ്ട കാര്യമേ ഇല്ലെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. പിന്നെ അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്യാമറ ഈസ് സ്റ്റിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാമറാസ് അവൈലബിൾ. ഇതിൻ്റെ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ എടുത്ത് നമ്മൾ iPhone 15 ആയിട്ട് കമ്പയർ ചെയ്താൽ അങ്ങനെ നോട്ടീസബിൾ ആയിട്ടുള്ള ഡിഫറൻസ് ഒന്നുമില്ല. കാരണം ആപ്പിളൊന്നും ഭയങ്കര ഹെഡായിട്ടൊന്നും വലിയ ഡീൽ ബ്രേക്കിംഗ് ആയിട്ടുള്ള വലിയ ചേഞ്ചസ് ഒന്നും ക്യാമറയെ കൊണ്ടുവന്നിട്ടില്ല. സ്ലൈറ്റ്ലി ബെറ്റർ പിക്ചേഴ്സാണ് iPhone 15 എടുക്കുന്നത്. പക്ഷേ നമ്മൾ രണ്ട് ഇമേജസ് വെച്ച് കമ്പയർ ചെയ്താൽ നമുക്ക് കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഒന്നും വരില്ല. ആൻഡ് ക്യാമറ ഈസ് സ്റ്റിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാമറാസ് അവൈലബിൾ ഇൻ ദ 50,000 rupees റേഞ്ച്. അപ്പോൾ ക്യാമറയുടെ കാര്യത്തിലാണെങ്കിൽ പിന്നെ സിനിമാറ്റിക് മോഡ് ഉണ്ട്, പിന്നെ 12+12 മെഗാ പിക്സലിൻ്റെ ഒരു വൈഡ് ആംഗിളും ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ക്യാമറയും വരുന്നുണ്ട്. ഇതിൽ രണ്ടിലും ഫ്രണ്ട് ക്യാമറയിലും റിയർ ക്യാമറയിലും 4K at 60 FPS നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ വ്ളോഗ് ചെയ്യാനായിട്ടും അതുപോലെ നമുക്ക് വീഡിയോ ഫുട്ടേജ് ഉണ്ടാക്കാനും റീൽസ് ഉണ്ടാക്കാനും എന്ത് തരം ഇതിനാണ് നിങ്ങൾക്ക് കണ്ണും പൂട്ടി യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ക്യാമറ ഇൻ്റർഫേസ് ഭയങ്കര ഇൻറ്റ്യൂട്ടീവായിട്ട് ഉപയോഗിക്കുന്ന ഫോണാണ്, ഒരു ഇതാണ്. ആൻഡ്രോയിഡ് ഫോൺസിലൊക്കെ നമ്മൾ ചില രീതിയിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചില ഇമേജസ് ഒന്നും നന്നായിട്ട് വരില്ല. പക്ഷേ ഇതിൻ്റെ കണ്ണും പൂട്ടി നമുക്ക് എടുക്കാം. നമുക്കറിയാവുന്ന ഐഫോണിൻ്റെ യൂസർ ഇൻ്റർഫേസ് പ്രത്യേകിച്ച് ക്യാമറ ആപ്പ് ഭയങ്കര സിമ്പിളാണ് ഉപയോഗിക്കാനായിട്ട്. അതുപോലെ സിനിമാറ്റിക് മോഡൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഔട്ട്പുട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ക്യാമറ വൈസ് നോക്കാനാണെങ്കിലും ഈ പറഞ്ഞ പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്. ഓൾമോസ്റ്റ് iPhone 15 14 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴും കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഒന്നും വരുന്നില്ല. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് സ്റ്റിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഫോൺസ്. അത്രയും ഒരു അഡീഷണൽ ആയിട്ട് പേയ്മെൻറ്റ് നമ്മൾ പ്രീമിയം പ്രൈസ് iPhone 15 വേണ്ടി സ്പെൻഡ് ചെയ്താലും ഈ ക്യാമറയിൽ നിന്ന് വലിയ കാര്യമായിട്ടുള്ള അഡ്വാൻറ്റേജസ് ഒന്നും ആ പറയുന്ന ഫോൺസിനെ കിട്ടുന്നില്ല. അപ്പോൾ ക്യാമറ വൈസ് ഇറ്റ്സ് സ്റ്റിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാമറാസ് അവൈലബിൾ ഇൻ ദിസ് പ്രൈസ്. പിന്നെ നമുക്ക് നെറ്റ്പിക്ക് എന്തെങ്കിലും 1-2 കാര്യങ്ങൾ ക്യാമറയെ കുറിച്ച് പറയാനാണെങ്കിൽ iPhone 15 നമുക്ക് പോർട്രേറ്റ് എടുക്കുമ്പോൾ 2x ഒരു ഒപ്റ്റിക്കൽ സൂം കിട്ടും. പിന്നെ ചില സ്കിൻ ടോൺസും ഡൈനാമിക് റേഞ്ചും iPhone 15 സ്ലൈറ്റ്ലി ബെറ്റർ ആണ്. എങ്കിലും അതൊരു ഡീൽ ബ്രേക്കർ ഒന്നുമല്ല. കാരണം iPhone 15 ഇതായിട്ട് നോക്കുമ്പോൾ പ്രൈസിൻ്റെ കാര്യത്തിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ രണ്ടും കൽപ്പിച്ച് കണ്ണും പൂട്ടി നമുക്ക് ഈ ഫോൺ എടുക്കാവുന്നതാണ്. iPhone 15 സ്വിച്ച് ചെയ്താലും പ്രത്യേകിച്ചുള്ള അഡ്വാൻറ്റേജ് ഒന്നും നമുക്ക് കിട്ടുന്നില്ല. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യം പറയുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള പ്രോസസ്സർ ആപ്പിളിൻ്റെ A15 ബയോണിക് ആണ്. അത് iPhone 14 വരുന്ന സെയിം പ്രോസസ്സർ തന്നെയാണ്. പെർഫോമൻസ് ഇസ് ടോപ്പ് നോച്ച്. നമ്മളൊരു 10-20 ആപ്പ് ഓൺ ചെയ്തിട്ടാലും പെർഫോമൻസിൻ്റെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ലാഗും ഇതുവരെ എനിക്ക് അനുഭവപ്പെട്ടില്ല. ഇതെൻ്റെ ഫോൺ ഒരു സമയത്ത് മെമ്മറി ഫുള്ളായപ്പോൾ ഒരുപാട് ആപ്സ് ഇട്ടിട്ട് നമ്മൾ തന്നെ അറിഞ്ഞു. ഞാനൊരു വീക്ക്ലി വൺസ് ഒക്കെയാണ് ഒരു 10-30 ആപ്പൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്ന് തന്നെ നോട്ടീസ് ചെയ്യുന്നത്. അപ്പോൾ അത് ക്ലോസ് ചെയ്താലും ആൻഡ്രോയിഡിൽ കാണാവുന്ന പോലെ തന്നെ ഇപ്പോൾ ചില ബെസ്റ്റ് പെർഫോമൻസ് ഉള്ള ആൻഡ്രോയിഡ് ഫോൺസിൽ നമ്മൾ ഒരുപാട് ആപ്സ് തുറന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് വെബ് ബ്രൗസർ വിൻഡോസ് ഒരു 100 വെബ് ബ്രൗസർ വിൻഡോ നമ്മൾ ക്രോമിലൊക്കെ ഓപ്പൺ ചെയ്തിട്ടാൽ അതിൻ്റെ പെർഫോമൻസിന് ചെറിയ രീതിയിൽ ബാധിക്കും. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇത് ആപ്പിളിൻ്റെ iOS ആയതുകൊണ്ട് തന്നെ പെർഫോമൻസ് സ്റ്റിൽ ടോപ്പ് നോച്ച്. അതുപോലെ ഗെയിമിൻ്റെ കാര്യത്തിലും ഒരു കംപ്ലയിൻറ്റും പറയാനില്ല. ഒരുമാതിരിപ്പെട്ട ഹൈ എൻഡ് ഗെയിംസൊക്കെ ഒരു ഫ്രെയിം ഡ്രോപ്പും ഇല്ലാതെ നമുക്ക് പ്ലേ ചെയ്യാൻ സാധിക്കും. പിന്നെ ഫ്രെയിം ഡ്രോപ്പിൻ്റെ കാര്യം പറയുമ്പോൾ ഫ്രെയിംസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ഹൈ എൻഡ് ഗെയിംസിലും 56 ഫ്രെയിംസ് പെർ സെക്കൻഡാണ് ഇതിൽ കിട്ടുന്നത്. അതേസമയം iPhone 15 കിട്ടുന്നത് 59 ഫ്രെയിംസ് പെർ സെക്കൻഡാണ്. അപ്പോൾ കാര്യമായിട്ടുള്ള ഡിഫറൻസും iPhone 15 കുറച്ചും കൂടി അഡ്വാൻസ് പ്രോസസ്സർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു പ്രോസസ്സിംഗ് ലെവലിൽ ഗെയിമിങ്ങിൻ്റെ കാര്യത്തിൽ ഡേ ടു ഡേ യൂസേജിൽ അതുപോലെ ബാക്കിയുള്ള ആപ്സ് ഉപയോഗിക്കുന്ന കാര്യത്തിൽ വീഡിയോ എഡിറ്റിംഗ് ആപ്സൊക്കെ നമ്മൾ ഇതിൻ്റെ തന്നെ ഉപയോഗിക്കുമ്പോഴും എല്ലാത്തും കൊണ്ടും പെർഫോമൻസിൻ്റെ കാര്യത്തിലും ഒരു കുറ്റവും പറയാനില്ല. പെർഫോമൻസിൻ്റെ കാര്യത്തിലും അണ്ടർ 50,000 rupees ഓർ അറൗണ്ട് 50,000 rupees ഇറ്റ് ഈസ് സ്റ്റിൽ ദ ബെസ്റ്റ് പെർഫോമർ അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. പിന്നെ ഇന്നത്തെ കാലത്ത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ച് പോരായ്മകളായിട്ടുള്ള 1-2 കാര്യങ്ങൾ പറയാം. ഒന്ന് ബാറ്ററി ലൈഫാണ്. ബാറ്ററി ലൈഫ് ഇതിൻ്റെ അകത്ത് 6000 mAh ബാറ്ററി ഒന്നുമില്ല. ഐഫോൺസിൽ അത്ര വലിയ ബാറ്ററിയുടെ ആവശ്യമില്ലെന്ന് നമുക്കറിയാം. കാരണം ഇതിൻ്റെ അകത്തുള്ള ആപ്പിളിൻ്റെ A15 ബയോണിക് ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രോസസ്സറും iOS ആണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ബാറ്ററി ഡ്രെയിൻ ചെയ്യുന്നത് ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ടാണ് ഇതിൻ്റെ എൻ്റയർ ഇൻറ്റേർണൽസ് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ബാറ്ററി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നോർമൽ യൂസേജിലും എങ്ങനെയാലും ഒരു 1 day ഒക്കെ കവർ ചെയ്യും. പക്ഷേ ഒരു ഹെവി യൂസർ ആണെങ്കിൽ ഒരു കംപ്ലീറ്റ് ഗെയിമർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് നേരം ക്യാമറ അല്ലെങ്കിൽ വീഡിയോ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഒരു ഡേ കംപ്ലീറ്റ് ആയിട്ട് ലാസ്റ്റ് ചെയ്യില്ല. പിന്നെ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 20 watts വരെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഏതൊക്കെ ചാർജർ ഉപയോഗിച്ചാലും ആപ്പിളിൻ്റെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ചാർജർ ഉപയോഗിച്ചാലും നമുക്കിത് ഫുൾ ചാർജ് ആകാനായിട്ട് അറൗണ്ട് 1 hour 20 minutes എടുക്കും. ആദ്യത്തെ ഒരു 50% ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യും. അറൗണ്ട് 35 minutes 40 minutesൽ 50% ചാർജ് ചെയ്യും. പക്ഷേ ഏകദേശം ഒരു 1 മണിക്കൂർ 20 minute എടുക്കും ഫുൾ ചാർജ് ചെയ്യാനായിട്ട്. അതിന് നമുക്ക് വേറെ ഓപ്ഷൻ ഒന്നുമില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് അറൗണ്ട് 25,000 20,000 rupeesൻ്റെ പല ആൻഡ്രോയിഡ് ഫോൺസിലും സൂപ്പർ വെക്കുന്നു. അതുപോലെ 45 watt ചാർജറും 80 watt ചാർജറൊക്കെ വരുന്നുണ്ട്. 20 minute ഫുൾ ചാർജ് ആണ് ആൻഡ്രോയിഡ് ഫോൺസ് വരുന്നുണ്ട്. പക്ഷേ അതുപോലെ ചെയ്യാൻ പറ്റില്ല. ആപ്പിളിൻ്റെ ഒരു ഫോൺസിലും ഇത്രയും ഭയങ്കര ഫാസ്റ്റ് ചാർജിങ് കേപ്പബിലിറ്റീസ് വരെ വന്നിട്ടില്ല. അതൊരു ഡീൽ ബ്രേക്കർ നിങ്ങൾ കാണുമെന്നുള്ള കാര്യത്തിന് എനിക്കറിയില്ല. എനിക്ക് ഏതായാലും ഒരു 1 hour 10 minutes 1 hour 20 minutesനുള്ളിൽ ചാർജ് ചെയ്യുന്നത് എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞാൻ ഓവർനൈറ്റ് ചാർജ് ചെയ്യുന്ന ആളാണ്. അതുകൂടാതെ തന്നെ അത്യാവശ്യം നല്ല പവർ ബാങ്ക് വെച്ചോ അല്ലെങ്കിൽ ഈവനിങ് ഒരു 1/2 hour ചാർജ് ചെയ്താൽ എൻ്റെ കാര്യം നടക്കും. അപ്പോൾ ഒരു ഡീൽ ബ്രേക്കർ അല്ല. പക്ഷേ കൺസിഡറിങ് ഓൾ ദി അതർ പ്ലസ് പോയിൻറ്റ്സ് ഈ ഒരു ബാറ്ററി ലൈഫിന് അത്ര വലിയ കുറ്റമായിട്ട് പറയാൻ പറ്റില്ല.
പക്ഷേ കമ്പയർഡ് ടു അതർ ആൻഡ്രോയിഡ് ഫോൺസ് വിത്ത് 6000 mAh ബാറ്ററി 1.5 ദിവസമൊക്കെ കണ്ണുപൂട്ടി ഓടുന്ന ആൻഡ്രോയിഡ് ഫോൺസ് ഉണ്ട്. അതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബാറ്ററി ലൈഫ് അത്ര അടിപൊളിയൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ ബ്ലൂടൂത്ത് ആണ്. ഇതിൽ വരുന്ന ബ്ലൂടൂത്ത് 5.0 ആണ്. ഇന്നത്തെ കാലത്ത് അത് അത്ര ഭയങ്കര ഏറ്റവും ലേറ്റസ്റ്റ് ബ്ലൂടൂത്ത് അല്ല, നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇതിൻ്റെ ഹാർഡ്വെയർ ഫീച്ചറുകളാണ്. ബ്ലൂടൂത്ത് വൈസ് ഇത്രത്തോളം ഉപയോഗിക്കണമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആപ്പിളിൻ്റെ തന്നെ ഡിവൈസസ് ഉപയോഗിക്കണമെങ്കിൽ, അതായത് എയർപോഡ് ഉപയോഗിക്കണമെങ്കിൽ അല്ലെങ്കിൽ ആപ്പിളിൻ്റെ മറ്റ് ബ്ലൂടൂത്ത് ഡിവൈസസ് ഉപയോഗിക്കണമെങ്കിൽ ബ്ലൂടൂത്തിൻ്റെ കാര്യത്തിൽ ഒരു കുഴപ്പമില്ല. കാരണം ഞാൻ എയർപോഡ്സ് 2 ആണ് ഉപയോഗിക്കുന്നത്. അതിൽ ഗെയിമിങ്ങിലായാലും അതിൽ വീഡിയോസിലായാലും ഒരു 0.5 മൈക്രോ സെക്കൻഡിൻ്റെ ലാഗ് പോലും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ഒരുപാട് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനും അതുപോലെ എയർ ഡ്രോപ്പിൽ ചെയ്യുമ്പോഴും അടിപൊളിയായിട്ട് ബ്ലൂടൂത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡേറ്റ ട്രാൻസ്ഫർ സ്പീഡ്സൊക്കെ സൂപ്പറാണ്. ഇപ്പോൾ മാക്ബുക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനാണെങ്കിൽ എനിക്ക് ആപ്പിൾ ടു ആപ്പിൾ ഡിവൈസസ്, ഐഫോൺ ടു ഐഫോണൊക്കെ ആണെങ്കിൽ സൂപ്പർ ഫാസ്റ്റായിട്ട് ട്രാൻസ്ഫർ ചെയ്യും. പക്ഷേ ഐഫോണിൽ നിന്ന് ഒരു ആൻഡ്രോയിഡിലേക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വിൻഡോസിലേക്കൊക്കെ ചെയ്യുമ്പോൾ സ്ലൈറ്റ്ലി ഒരു സ്ലോവർ ഇത് കമ്പയർഡ് ടു ദ എക്സിസ്റ്റിംഗ് ബ്ലൂടൂത്ത് ഹയർ സ്പീഡ് ബ്ലൂടൂത്ത് വേർഷൻസ്. ഇത് കുറച്ച് സ്ലോവറാണെന്ന് പറയാം. പക്ഷേ ബ്ലൂടൂത്ത് ഇന്നത്തെ കാലത്ത് എത്ര പേര് യൂസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല, കാരണം വൈഫൈ വഴിയോ അല്ലാണ്ട് ദർ ആർ മെനി അതർ വേസ് ടു ട്രാൻസ്ഫർ ഡേറ്റ. അപ്പോൾ ബ്ലൂടൂത്ത് 5.0 ഒരു സ്ലൈറ്റ്ലി പുറകിലായിട്ടുള്ള വേർഷനാണ്. അത് ഒരു സ്ലൈറ്റ് വേണമെങ്കിൽ ഡ്രോബാക്ക് ആയിട്ട് പറയാം. പിന്നെ ഇതിൻ്റെ അത് വരുന്ന ഇ സിമ്മിനെ കുറിച്ചാണ്. ഇതിൽ 2 eSIM വരെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അതേസമയം പുതിയ ഐഫോൺസിലേക്ക് ഐഫോൺ 15 കൂടുതൽ eSIMs സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഇന്നത്തെ കാലത്ത് എത്ര നമ്പേഴ്സ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാനൊരു eSIM എന്ന് പറയുന്ന സംഭവത്തിൻ്റെ ഫാനല്ല, കാരണം ഞാനും ഇതിനകത്ത് ഫിസിക്കൽ സിമ്മാണ് ഉപയോഗിക്കുന്നത്. കാരണം eSIM ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഫോൺ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ആ ഒരു ഓപ്പറേറ്ററിൻ്റെ അടുത്ത് പോയിട്ട് ഏതാ കണക്ഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രണ്ടാമത് ഡ്യൂപ്ലിക്കേറ്റ് സിം എടുക്കേണ്ടി വരും. അവിടെ ഞാൻ ഫിസിക്കൽ സിം ഉപയോഗിക്കുന്ന ആളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സിംസ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ 1-2 സിംസ് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഗോ ഫോർ ദിസ് ഫോൺ. ഇതിന് വലിയൊരു ഡ്രോബാക്ക് ആയിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ കൂടുതൽ eSIMs ഉപയോഗിച്ച് ഒന്നിൽ കൂടുതൽ നമ്പേഴ്സ് മാനേജ് ചെയ്യുന്ന ആളാണെങ്കിൽ ഇത് ഒരു സ്ലൈറ്റ്ലി ഒരു ഡിസഡ്വാൻറ്റേജ് ഇതിന് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം, കമ്പയർഡ് ടു ഐഫോൺ 15 ഓർ ദി അതർ ആൻഡ്രോയിഡ് ഫോൺസ് ഇൻ ദ മാർക്കറ്റ്. പിന്നെ ഐഫോൺ 13 റിപ്പയർ കോസ്റ്റ് സ്ലൈറ്റ്ലി കൂടുതലാണ്. കാരണം ഇതിൻ്റെ അകത്ത് ഇൻറ്റേർണലി ഇതിൻ്റെ പാർട്സ് എല്ലാം ഇതിൻ്റെ ബാക്ക് കേസായിട്ട് ബാക്ക് കവറായിട്ട് കൈൻഡ് ഓഫ് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടില്ല. അതേസമയം ഐഫോൺ 15 കുറച്ചും കൂടി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആർക്കിടെക്ചർ വരുന്നത്. അതിൻ്റെ പാർട്സൊക്കെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഇതിൻ്റെ ബാക്ക് കേസ് അല്ലെങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബോർഡൊക്കെ പോയിട്ടുണ്ടെങ്കിൽ സ്ലൈറ്റ്ലി 35% കൂടുതൽ ചാർജ് ആകുന്നുണ്ട് ഐഫോൺ 15 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സർവീസ് ചെയ്യാനായിട്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത്ര 1.5 വർഷം ഞാൻ നല്ല രീതിയിൽ റഫ് യൂസ് ചെയ്തിട്ടും ഒന്ന് കേസ് പോലും ഉപയോഗിക്കാതെ ഉപയോഗിച്ചിട്ടും പലതവണ അത് വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് വെള്ളത്തിലേക്ക് വേണമുണ്ടും ഇതുവരെ എനിക്ക് യാതൊരു പ്രോബ്ലംസും ഉണ്ടായിട്ടില്ല. ഇറ്റ്സ് സ്റ്റിൽ ആസ് ഗുഡ് ആസ് ന്യൂ. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ആൻഡ്രോയിഡ് ഫോണൊക്കെ താഴെ വീണ് പൊട്ടും അങ്ങനെയൊക്കെ പറഞ്ഞാൽ സർവീസ് കോസ്റ്റും ഭയങ്കര കൂട്ടലാവും. പക്ഷേ എനിക്കിതുവരെ സർവീസ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി ഇതിൻ്റെ അപ്ഡേറ്റ്സ് വരുന്നത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് 2027 വരെ വരുന്നുണ്ട്, 2027 വരെ. അപ്പോൾ ഇനി 3 വർഷം നമുക്ക് എന്തായാലും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളൊരു 50,000 റുപ്പീസിലൊരു ഫോൺ വാങ്ങിക്കാനാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഗോ ഫോർ ദിസ്. അതേസമയം സെക്കൻഡ് ഹാൻഡ് ഫോൺസിൽ പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം സെക്കൻഡ് ഹാൻഡ് ഐഫോൺ 13 എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 90% എബോ ബാറ്ററി ഹെൽത്ത് ഉള്ളത് തന്നെ എടുക്കുക. അതുപോലെ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ഒരു എക്സ്പെർട്ടിനെ കൊണ്ട് ചെക്ക് ചെയ്തിട്ട് എടുക്കുക. ഐ റെക്കമെൻഡ് യു ടു ബൈ എ ബ്രാൻഡ് ന്യൂ വൺ. ഒരു 50,000 റുപ്പീസ് സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഐഫോൺ 13 കിട്ടും. നിങ്ങൾക്ക് കണ്ണും പൂട്ടി ഉപയോഗിക്കുന്നതാണ്, കാരണം ഇത് സോളിഡ് ബിൽഡാണ്. ഇതിൻ്റെ സോഫ്റ്റ്വെയർ 2027 വരെ അപ്ഡേറ്റ്സ് കിട്ടും. ഇതിൻ്റെ ക്യാമറ സ്റ്റിൽ ടോപ്പ് നോച്ച്. നമുക്ക് ഇതുപോലെ സിനിമാറ്റിക് വീഡിയോസ് എടുക്കാൻ പറ്റും. 4K 60 FPS ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും എടുക്കാൻ പറ്റും. പിന്നെ പെർഫോമൻസ് വൈസും ഇതെല്ലാം ടോപ്പ് നോച്ചാണ്. അപ്പോൾ അറൗണ്ട് 50,000 റുപ്പീസിൽ ഇറ്റ്സ് സ്റ്റിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഫോൺസ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. അപ്പോൾ ഈ ഫോണിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. നിങ്ങൾ ഓൾറെഡി ഈ ഫോൺ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിലും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. അത് ഞാൻ പറഞ്ഞതിന് ഡിഫറൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിലും കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. ഞാൻ അതിന് 24 ഹവേഴ്സിൽ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ച് 50,000 റുപ്പീസാണ് പ്രൈസ് റേഞ്ചെങ്കിൽ വേറെ നിങ്ങൾക്ക് വേറെ ചില ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. സാംസങ്ങിൻ്റെ S23 FE ഉണ്ട്, അത് ലേറ്റസ്റ്റ് ഫോണാണ്. S23യുടെ തന്നെ കൈൻഡ് ഓഫ് ക്യാമറ കിട്ടും. ഫാൻ എഡിഷൻ ആണ് FE എന്ന് പറയുമ്പോൾ. പക്ഷേ എഗെയിൻ ആൻഡ്രോയിഡ് ആണ്. അത് എത്രത്തോളം ഡ്യൂറബിളായിട്ട് 3 years പോലെ ഐഫോൺ പോലും പിടിച്ചേക്കുമെന്ന് നമുക്ക് എനിക്കറിയില്ല, എക്സാക്ട്ലി പറയാൻ പറ്റില്ല. അതൊന്ന് റിവ്യൂ ചെയ്താൽ ചെക്ക് ചെയ്താലേ പറയാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ വേറൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ OnePlus 11 ഉണ്ട്. അത് ഇറ്റ്സ് സ്റ്റിൽ എ സോളിഡ് ഫോൺ. നിങ്ങൾ ആൻഡ്രോയിഡ് ഓപ്ഷനാണ് നോക്കുന്നതെങ്കിൽ എന്തായാലും ആ ഫോണിൽ പോകാം. പക്ഷേ നിങ്ങൾ ഫസ്റ്റ് ടൈം ഒരു ഐഫോണിലേക്ക് സ്വിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഐഫോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ വിൽ ഡെഫിനറ്റ്ലി റെക്കമെൻഡ് യു ടു ഗോ ഫോർ ഐഫോൺ 13. 15 എടുക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എടുക്കാം. പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരു വലിയ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ജമ്പൊന്നും 15ലേക്ക് വന്നിട്ടില്ല. ഭയങ്കര വലിയ അപ്ഗ്രേഡ് ഒന്നും പറയാൻ പറ്റില്ല. ആപ്പിൾ ചെയ്യുന്ന പോലെ തന്നെ ചെറിയ ചെറിയ ഗെയിമൊക്കെ കാണിച്ച് ചെറിയ ഫീച്ചേഴ്സൊക്കെ ആഡ് ചെയ്ത് വലിയ സംഭവമായിട്ട് ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഐഫോൺ 13 തന്നെയാണ് 14ൽ
15 ഇപ്പോഴും സെല് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിസൈൻ വൈസും ഇതിൻ്റെ ഇൻറ്റേർണൽ വൈസും ഒന്നും കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഒന്നും വന്നിട്ടില്ല ആ ഒരു പ്രൈസിന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. കാരണം നിങ്ങളതായിട്ട് പ്രൈസ് ഐഫോൺ 13-ൻ്റെയും 15-ൻ്റെയും വെച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ ദർ ഇസ് എ ഹ്യൂജ് മാർജിൻ. അപ്പോൾ അതിനനുസരിച്ചുള്ള ഇപ്പോൾ ഒരു 5000 രൂപ ഡിഫറൻസ് ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ഡെഫിനറ്റ്ലി സൈഡ് ഓക്കെ ഡെഫിനറ്റ്ലി നിങ്ങളത് വാങ്ങിച്ചു എന്ന് പറയാൻ പറ്റും. പക്ഷേ ഇത്രയും വലിയൊരു പ്രൈസ് ഡിഫറൻസ് ഉള്ളതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഒരു അപ്ഗ്രേഡ് ഒന്നും അല്ല. അപ്പോൾ ഐഫോൺ 13 നിങ്ങൾക്ക് എന്തായാലും 2024 ഉപയോഗിക്കാനാണ്. 3 years എന്തായാലും നെക്സ്റ്റ് 3 years ഇനിയും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് കിട്ടും. ഇറ്റ് ബി സ്റ്റിൽ പിന്നെ ഡിസൈൻ വൈസ് ഇറ്റ് സ്റ്റിൽ എ ഗുഡ് ലുക്കിംഗ് ഫോൺ. ഐഫോൺ 15 ആയിട്ട് കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഒന്നുമില്ല. കുറച്ച് കളർ ചേഞ്ചസ് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ഇതാണ്